ഈ കുൽഫിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവളെയും കൊണ്ട് ഞാൻ ഈ ബസ് സ്റ്റോപ്പിലിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ നാട്ടിൽ പോവാണ്. വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തു. എക്സാമിൻ്റെ ഡേറ്റ് വന്നാൽ പിന്നെ അറിയാലോ, അതിൻ്റെ പുറകെ സ്റ്റഡി ലീവും കിട്ടും. അത് കേട്ടതും ഒരാഴ്ചയായി അലക്കാൻ വേണ്ടി മാറ്റിവെച്ച എല്ലാ തുണിയും വാരിപ്പെറുക്കി ഞാൻ എൻ്റെ നാട്ടിലേക്ക് വണ്ടി കയറി. കോട്ടയത്ത് നിന്നാണ് കേട്ടോ ബസ്. ഒരു 2 മണിക്കൂർ മുന്നേ വന്നിരിക്കാൻ തുടങ്ങിയതാണ്. ബസ് നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. കോട്ടയം KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരുപാട് തട്ടുകടകൾ കാണാം കേട്ടോ രാത്രി. അങ്ങനെ ഒരു കടയിൽ കയറി ദോശയും ഓംലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തകർപ്പൻ മഴയായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ബസ് നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അമ്മച്ചീനെ കണ്ടത്. ഈ ഒരു അമ്മച്ചി ഭയങ്കര സംസാരമായിരുന്നു. അങ്ങനെ അമ്മച്ചീൻ്റെ ധ്യാനത്തിൻ്റെ കുറേ കഥകളൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി ഈ ഒരു സാധനം ചെവിയിൽ വെച്ച് കണ്ണടച്ചങ്ങിരുന്നു. ഇന്ന് പിന്നെ നമ്മൾ വന്ന ബസ് നല്ല ലേറ്റ് ആയതുകൊണ്ട് നേരം പരപരാന്ന് വെളുത്തപ്പോഴാണ് ഞാൻ എത്തിയത്. അങ്ങനെ ഞാൻ സ്റ്റാൻഡിൽ പോയി നമ്മുടെ വീടിന് അങ്ങോട്ടുള്ള ബസ്സിൽ കയറി ഒറ്റയ്ക്കാണ് കേട്ടോ വീട്ടിൽ പോയത്. ബസ്സിൽ കയറിയപ്പോൾ ഞാൻ എന്തോ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സാം ഡേറ്റ് മാറ്റി, സ്റ്റഡി ലീവില്ല, 2 ദിവസം കൊണ്ട് തിരിച്ചു പോകണം. അതിൻ്റെ വിഷമമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.